സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24 സെപ്റ്റംബറിന് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പുറത്ത് നല്ല മഴയാണ്, ചെറിയ സൗണ്ടിന് പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. 24 സെപ്റ്റംബർ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. അതിന് മുമ്പ് ഇന്ന് ട്രേഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഓൾറെഡി. നമ്മുടെ ലൈവ് ട്രേഡ് ഇന്നത്തെ 2 ട്രേഡ് ചെയ്തിരുന്നു. ഒരു ടാർജറ്റും ഒരു SL ആണ്. ഓർഡർ ബുക്ക് കൂടെ കാണാം. 2 ട്രേഡ് എടുത്തു, ഒരു SL ഒരു ടാർജറ്റ്. ഇത് ടാർജറ്റ് 1:5 ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇന്ന്. കാരണം ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഡേ ഹൈ, ഓൾ ടൈം ഹൈൻ്റെ ഏരിയയിലാണ് മാർക്കറ്റ്. എത്ര മുകളിൽ കോൾ ഓപ്ഷൻ എടുത്ത് എവിടെ ടാർജറ്റ് വെക്കും എന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവലെത്തിപ്പോൾ 1:4 റേഞ്ചിലൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ. അതുപോലെ പിന്നെ നമ്മുടെ ഈ ക്രൂഡിലൊരു ട്രേഡ് ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ ട്രെയിൽ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസിലാണ് കേട്ടോ. ഞാൻ ക്രൂഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 1:5 10 ആണെങ്കിലും കൂടെ ഓരോ 1:2 റേഞ്ച് എബോവ് പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ട്രെയിൽ ചെയ്യാറാണ് പതിവ്. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 5 പോയിൻറ്റും ടാർജറ്റ് 10 ടാർജറ്റ് 50 പോയിൻറ്റും ആണെങ്കിൽ കൂടെ 5 പോയിൻറ്റ് നമുക്കിപ്പോൾ ടാർജറ്റ് 10 പോയിൻറ്റ് എത്തിയെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ബേസ് പ്രൈസിലേക്ക് വെക്കും. പിന്നെയും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു 20 പോയിൻറ്റ്സ് ഡിഫറൻസിൽ എപ്പോഴും വെക്കുക ചെയ്യുക. ഒരു 1:2 റേഞ്ചിൽ ഡിഫറൻസ് എപ്പോഴും കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെവൽസ് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുമ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റിയിൽ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. എന്താ പറയുക, 25,847 ഈ റേഞ്ച് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്കായിരിക്കും പ്ലാന്. അതുപോലെ ഒരുപാട് താഴെയാണ്. പിന്നെ ഇവിടെയൊക്കെയാണ് 25,488ഒക്കെയാണ് അടുത്ത ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. പിന്നെ അധികം മാർക്ക് ചെയ്യാനില്ല, അത്രയും താഴേക്ക് മാർക്കറ്റ് വരുമോ അറിയില്ല. ഇനി വരികയാണെങ്കിൽ ആ റേഞ്ചിലാണ് നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഞാൻ മുകളിലേക്കായിരിക്കും ട്രേഡ് ചെയ്യുക. പക്ഷേ അപ്പ് സൈഡിൽ ഓൾ ടൈം ഹൈ എടുത്ത് അങ്ങനെ മാർക്കറ്റ് പോകുന്നതിനെ കൊണ്ട് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഒന്നും നമുക്ക് മാർക്ക് ചെയ്യാൻ എനിക്ക് ഒരു സൂട്ടബിളായിട്ട് തോന്നുന്നില്ല. ബുള്ളിഷ് ഏരിയയിൽ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ലെവൽ വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. 54,200 റേഞ്ചിലൊക്കെ ഉണ്ട്. 54,25 ഇതൊരു 54,000 എന്നുള്ള ലെവലായതിനെ കൊണ്ട് ഇവിടുന്ന് ഒരു കറക്റ്റ് 54,000 റിവേഴ്സിൽ വരുമ്പോൾ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യൂല. 54,000 താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് ഞാൻ നോക്കുകയുള്ളൂ. പിന്നെ താഴെയുള്ള ലെവൽ എന്ന് പറയുമ്പോൾ 53,741 ഈ റേഞ്ച് ടാപ്പ് ചെയ്യുമ്പോഴും ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോഴും അപ്പ് സൈഡിലേക്കായിരിക്കും. ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഓൾ ടൈം ഹൈ എടുത്ത് മാർക്കറ്റ് പോകുന്നതിനോടാണ്. അല്ലെങ്കിൽ ഈ 2 ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്പ് സൈഡിലേക്ക്. അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താ പറയുക 24 സെപ്റ്റംബറിന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയാസ് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈന് അല്ലെങ്കിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ അങ്ങനെയുള്ള പ്രൈസ് ആക്ഷൻ പാറ്റേൺസിൻ്റെ ട്രാപ്പ് ട്രേഡിങ്ങോ അതിലേതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടല്ലോ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫേക്ക് ഔട്ടിലുള്ള വരുന്ന ട്രേഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യാം, ഏത് ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടില്ലെങ്കിൽ. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ലിക്വിഡിറ്റി ഏരിയകൾ മാർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.